So welcome back to our channel. So നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതായത് പാർട്ട് എയിൽ ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 എല്ലാ മൊഡ്യൂൾസും കാണും. സോ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഓഫ് പാർട്ട് എ. സോ മൊഡ്യൂൾ 1ലെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്ട് എയിൽ ചോദിക്കാനുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ, write about the basic design process. Basic design processനെ പറ്റി എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ഹൗ ടു ഫൈനലൈസ് ദ ഡിസൈൻ ഒബ്ജക്റ്റീവ്. ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ഡിസ്ക്രൈബ് ഹൗ കൺസ്ട്രെയിൻസ് അഫക്ട്സ് ദ ഡിസൈൻ പ്രോസസ്സ്. നമ്മൾ പറഞ്ഞില്ലേ പ്രോബ്ലംസ് ഉണ്ടാവുന്നില്ലേ ഒരു ഡിസൈനിൽ, അതെങ്ങനെ ഡിസൈൻ പ്രോസസ്സിൽ അഫക്റ്റ് ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ഹൗ ടു ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് പോസിബിൾ ഡിസൈൻ ഫ്രം ദ ഡിസൈൻ ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ ഡിസൈൻ ഓൾട്ടർനേറ്റീവ്സ് കുറേ എഴുതത്തില്ലേ, അതിൽ ഏറ്റവും ബെസ്റ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. വാട്ട് ആർ ദ മെയിൻ റോൾസ് ഇൻ ഡിസൈൻ പ്രോസസ്സ്. ഡിസൈൻ പ്രോസസ്സിലെ മെയിൻ റോൾസ്. പിന്നെ വാട്ട് ഈസ് ദ ഡിസൈനേഴ്സ് ഫസ്റ്റ് ടാസ്ക് ആൻഡ് വൈ. ഡിസൈനറിൻ്റെ ഒരു ഫസ്റ്റ് ടാസ്ക് എന്താണ്, എന്തുകൊണ്ട് എന്നാണ്. മൊത്തം 6 ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി പാർട്ട് എയിൽ ചോദിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പാർട്ട് മൊഡ്യൂൾ 2 നോക്കാം. മൊഡ്യൂൾ 2ലെ സിലബസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 2ലെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റേറ്റ് ദ റോൾ ഓഫ് ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് ക്വസ്റ്റ്യനിങ് ഇൻ ഡിസൈൻ തിങ്കിങ്. ഡിസൈൻ തിങ്കിങ്ങിലെ ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് ക്വസ്റ്റ്യനിങ്ങിനെ പറ്റി സ്റ്റേറ്റ് ചെയ്യാനാണ്. പിന്നെ ഡിസ്കസ് ഹൗ ടു പെർഫോം ഡിസൈൻ തിങ്കിങ് ഇൻ എ ടീം മാനേജിങ് ദ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു ടീമിൽ ഡിസൈൻ തിങ്കിങ് പെർഫോം ചെയ്യാം. ഡിഫൈൻ ദ ടേം പ്രോട്ടോടൈപ്പ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇറ്റ്. പ്രോട്ടോടൈപ്പിൻ്റെ ടേമിനെ ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി. പ്രോട്ടോടൈപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഡിസൈൻ തിങ്കിങ്ങിൽ പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ അതൊരു നമുക്ക് ഡിസൈനായിട്ട് കാണിച്ചു കൊടുക്കുന്ന പ്രോട്ടോടൈപ്പ് വരെയാണ്. അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും, നമ്മുടെ ഡിസൈൻ്റെ ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും പ്രോട്ടോടൈപ്പ് വരെയാണ് നമ്മൾ കാണിക്കുന്നത്. സോ പ്രോട്ടോടൈപ്പ് നമുക്ക് ഡിസ്ക്രിപ്ഷനെയും കാട്ടിയും കുറച്ചും കൂടി ആക്ച്വൽ ഇംപ്രഷൻ ഉണ്ടാക്കും യൂസേഴ്സിന്. അതാണ് പ്രോട്ടോടൈപ്പിൻ്റെ ഇമ്പോർട്ടൻസ് വന്നിട്ട്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡിസൈൻ തിങ്കിങ്. ഡിസൈൻ തിങ്കിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നമ്മൾ കുറേ ഫേസസ് നമ്മൾ പറഞ്ഞു. എംപത്തൈസ്, ഐഡിയേറ്റ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡിസൈൻ തിങ്കിങ്. ഇനി നമുക്ക് മൊഡ്യൂൾ 3ലെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. മൊഡ്യൂൾ 3ലെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് വന്ന് ഷോ ഹൗ എഞ്ചിനീയർ സ്കെച്ചസ് ആൻഡ് ഡ്രോയിങ് കൺവേ ഡിസൈൻസ്. ഡിസൈൻസ് എങ്ങനെയാണ് എഞ്ചിനീയർ സ്കെച്ചസും ഡ്രോയിങ്സും വഴി കൺവേ ചെയ്യുന്നത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് CAD മോഡൽസ്. നമ്മൾ CAD ഉണ്ടല്ലോ, CAD ഉപയോഗിച്ച് എങ്ങനെയാണ് മോഡൽസിൻ്റെ ഇമ്പോർട്ടൻസ്. ഡ്രോ ആൻ എക്സാമ്പിൾ ഓഫ് അസംബ്ലി ഡ്രോയിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ വരയ്ക്കാനാണ് പറയുന്നത്. വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ. ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. റൈറ്റ് എ ബ്രീഫ് അബൌട്ട് ടെക്നിക്കൽ പ്രസൻറ്റേഷൻ. ടെക്നിക്കൽ പ്രസൻറ്റേഷനെ പറ്റി ഒരു ബ്രീഫ് എഴുതാൻ പറയുന്നുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മാത്തമെറ്റിക്സ് ആൻഡ് ഫിസിക്സ് ഇൻ ഡിസൈൻ എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. മാത്തമെറ്റിക്സും ഫിസിക്സിൻ്റെയും ഡിസൈൻ എഞ്ചിനീയറിംഗിൽ റോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഡിസ്കസ് അബൌട്ട് സം മാത്തമെറ്റിക്കൽ ടൂൾസ് ഫോർ ഡിസൈൻ മോഡലിംഗ്. മാത്തമെറ്റിക്കലിലുള്ള ടൂൾസ് എന്തൊക്കെയാണ് ഡിസൈൻ മോഡലിംഗിൽ യൂസ്ഫുൾ ആവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോടൈപ്സ് ആൻഡ് മോഡൽ. പ്രോട്ടോടൈപ്പും മോഡലും തമ്മിലുള്ള ഡിഫറൻസ്. പ്രോട്ടോടൈപ്പ് എന്നുള്ള ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂ മാത്രമേ പ്രോട്ടോടൈപ്പിൽ കാണാൻ പറ്റൂ, പക്ഷേ മോഡൽസിൽ അങ്ങനെയല്ല, ആക്ച്വൽ വ്യൂ കാണാം. അതാണ് ഇത് തമ്മിലുള്ള ഏറ്റവും നല്ല ഡിഫറൻസ്. ഓക്കെ, മൊഡ്യൂൾ 3ൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്കിനി മൊഡ്യൂൾ 4ലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. മൊഡ്യൂൾ 4ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാനുള്ള പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. നമ്മൾ പറഞ്ഞില്ലേ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് ആൻഡ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. ഡിസ്ക്രൈബ് ഹൗ കോൺസെപ്റ്റ്സ് ലൈക്ക് വാല്യൂ എഞ്ചിനീയറിംഗ്. എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗ് ചോദിക്കാം. കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് ചോദിക്കാം. അതേപോലെ റിവേഴ്സ് എഞ്ചിനീയറിംഗ്, ഇൻഫ്ലുവൻസ് എഞ്ചിനീയറിംഗ്, ഇതിനെയൊക്കെ പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗ്, കൺകറൻറ്റ് എഞ്ചിനീയറിംഗ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ്, അതേപോലെ റിവേഴ്സ് എഞ്ചിനീയറിംഗ്. ഇത് ഇത്രയും 3 ഇമ്പോർട്ടൻ്റ് ആണ്. വാല്യൂ എഞ്ചിനീയറിംഗ്, കൺകറൻറ്റ് എഞ്ചിനീയറിംഗ്, റിവേഴ്സ് എഞ്ചിനീയറിംഗ്. പിന്നെയുള്ള ഇമ്പോർട്ടൻസ് ഓഫ് മോഡുലാർ ഡിസൈൻ. മോഡുലാർ ഡിസൈൻ്റെ ഇമ്പോർട്ടൻസ്. മൊഡ്യൂൾ ബേസ്ഡ്, ഇത് അതായത് ഒരു വലിയൊരു പ്രോജക്റ്റിനെ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മച്ച് ഈസിയർ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ടേം ബയോമിമിക്രി. ബയോമിമിക്രി എന്താണെന്ന് ചോദിക്കാം. ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലൈഫ് സൈക്കിൾ ഡിസൈൻ. ലൈഫ് സൈക്കിൾ ഡിസൈൻ ഇൻ എഞ്ചിനീയർ.
ലൈഫ് സൈക്കിളിൻ്റെ അത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞില്ലേ, കൺകറൻറ്റ് എഞ്ചിനീയറിംഗിൻ്റെയും റിവേഴ്സ് എഞ്ചിനീയറിംഗിൻ്റെ കോൺസെപ്റ്റാണ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എർഗണോമിക് ഡിസൈൻ, എർഗണോമിക് ഡിസൈനിലെ ഫാക്ടേഴ്സ് എന്തൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. എർഗണോമിക് ഡിസൈൻ നമ്മൾ പറഞ്ഞു എന്താണ്, കൂടുതലും യൂസേഴ്സിൻ്റെ നീഡ് അനുസരിച്ചായിരിക്കും. അപ്പം അതായിരിക്കും എൻ്റെ ഫാക്ടേഴ്സ് വന്നിട്ട്. പിന്നെ ഡിസ്കസ് ദ ടേം വാല്യൂ ഓഫ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് ടേം ഡിസ്കസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് മൊഡ്യൂൾ 4 ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. മൊഡ്യൂൾ 4 കുറച്ചും കൂടി തിയറി ഓറിയൻറ്റഡ് ആണ്, അതാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ, ഇനി മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്ത് നോക്കാം. മൊഡ്യൂൾ 5 ബേസിക്കലി വരുന്ന ക്വസ്റ്റ്യൻസ്: ഷോ ഹൗ ഡിസൈൻസ് ആർ വേരിയഡ് ബേസ്ഡ് ഓൺ ദ ആസ്പെക്ട്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്സ്, ലൈഫ് സ്പാൻ, റിലയബിലിറ്റി, എൻവയോൺമെൻറ്റ്. എങ്ങനെയാണ് ഡിസൈൻസ് വേരി ആവുന്നത്? based on the aspects of production method, lifespan, അതേപോലെ reliability and environment. പിന്നുള്ള ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ഹൗ എക്കണോമിക്സ് ഇൻഫ്ലുവൻസ് എഞ്ചിനീയറിംഗ്. എങ്ങനെയാണ് എക്കണോമിക്സ് എഞ്ചിനീയറിംഗ് ഡിസൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ടേം ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ്. ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. DFM എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വെൻ വി ഡിസൈൻ ഫോർ യൂസ്. നമ്മൾ ഒരു ഡിസൈൻ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് അബൌട്ട് ദ എൻവയോൺമെൻറ്റൽ ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എൻവയോൺമെൻറ്റ് ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ. പിന്നെ വാട്ട് ഈസ് ഡിസൈൻ റൈറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഡിസൈൻ റൈറ്റ്സ് എന്തൊക്കെയാണ്? അതായത് ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും ഡിസൈൻ റൈറ്റ്സിൽ വരുന്നതാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂസ്, അതേപോലെ ഒരാളുടെ അത് ഡിസൈൻ അയാളുടെ മാത്രമായിട്ടുള്ള റൈറ്റ്, അങ്ങനത്തെ റൈറ്റ്സ് ഉണ്ട്, ഡിസൈൻ റൈറ്റ്സ്, അതെന്താണ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ എഞ്ചിനീയറിംഗ് ഡിസൈൻ. എഞ്ചിനീയറിംഗ് ഡിസൈൻ എത്തിക്സും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ മെയിൻലി മൊഡ്യൂൾ 5 കുറച്ച് തിയറി ഓറിയൻറ്റഡ് ആണ്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇത്രയുമാണ് മൊഡ്യൂൾ ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ പാർട്ട് എയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് എയിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.